ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈ തിരുസന്നിധിയിൽ അമ്മയുടെ മുമ്പിൽ നിൽക്കാനായിട്ട് അനുഗ്രഹിച്ച് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ് ബെന്നി. ഞാൻ ചമ്പക്കുളം സെൻറ്റ് മേരീസ് ബസിലിക്ക ഇടവക അംഗമാണ്. ഞങ്ങളുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. അതിപ്പോൾ ഞങ്ങൾ 9 ഏക്കറോളം ചെയ്യുന്നു. അതിൽ കൂടുതലും ഒറ്റയും പാട്ടമാണ്. കഴിഞ്ഞ ഡിസംബർ 2024 പെട്ടെന്നുള്ള ഒരു ന്യൂനമർദ്ദം എല്ലാവർക്കും അറിയാം. ചെന്നൈയിൽ വെള്ളപ്പൊക്കവും ഇവിടെ ഒരാഴ്ചയോളം നീണ്ടു നിന്ന മഴയും മൂലം ഞങ്ങളുടെ ഈ 9 ഏക്കറിൽ ഒരു നെല്ല് പോലും നിൽക്കാതെ മുഴുവനും നിലത്ത് വീണുപോയി. എല്ലാവരും ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഇതിലൊന്നുപോലും കൊയ്തെടുക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. നെല്ല് വിതയ്ക്കുമ്പോൾ തന്നെ അവിടെ എല്ലാ സ്ഥലത്തും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറാറുണ്ട്. കണ്ടത്തിന് ചുറ്റും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലും, കൊന്തയൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഈ പാടത്ത് ബെന്നിച്ചേട്ടൻ്റെ നെല്ലില്ലാതെ ബാക്കി എല്ലാവരുടെ നെല്ലും ഇങ്ങനെ വീണ് പോയിട്ടില്ല, ബെന്നിച്ചേട്ടൻ്റെ ഒരു നെല്ല് പോലും നേരെ നിൽക്കുന്നില്ലല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വചനം അറിയാവുന്നവരോട് ഞാൻ പറയും, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവും. ബെന്നിച്ചൻ ആദ്യം ടെൻഷൻ അടിച്ചിരുന്നു, എന്ത് ചെയ്യും, പണം ഒരുപാട് കടമുണ്ട്, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ടെൻഷൻ അടിച്ച് വീട്ടിൽ ഇരിക്കണ്ട, എൻ്റെ കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് അവിടെ അൾത്താരയിൽ സമർപ്പിക്കുക, വേറെ ഒന്നും നമുക്ക് സാധിക്കില്ല. ഡിസംബർ 12 ഞങ്ങൾക്ക് മിഷൻ ഇറങ്ങുമെന്ന് പറഞ്ഞത്. അന്ന് ഭയങ്കര മഴ, ഇതുവരെ തീർന്നിട്ടില്ല. മിഷനെല്ലാം വന്നത് തിരിച്ച് കയറിപ്പോയി. ഞങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുർബാനയ്ക്ക് പൈസ കൊടുക്കുന്നൊരു പതിവ് ഞങ്ങൾക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പ്രാവശ്യം കുർബാനയ്ക്ക് പൈസ കൊടുത്തിട്ടില്ല, നമുക്ക് ആദ്യം പൈസ കുർബാനയ്ക്ക് കൊടുത്തിട്ട് വരാം. കുർബാനയ്ക്ക് ഞങ്ങൾ പോയ വഴി തന്നെ അച്ഛനെ കണ്ട് അച്ഛൻ്റെ അടുത്ത് കുർബാനയ്ക്ക് പൈസ കൊടുത്തു വന്നു. ഞാൻ എന്നും അമ്മയോട് പറയും, ടെൻഷൻ കൂടെ, ആൾക്കാരുടെ കളിയാക്കും ടെൻഷനും കൂടെ. ബെന്നിച്ചന് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു, അമ്മ നീ ഒരു അടയാളം കാണിച്ചു തരണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പം ഞാൻ അന്ന് കുർബാന കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ അവിടെ ഇരുന്ന് കൊന്തയെല്ലുമ്പോഴും ഞാൻ അമ്മയോട് പറയാം, അമ്മ എനിക്ക് ഉറപ്പുണ്ട്, അമ്മ ഞങ്ങളെ സഹായിക്കുമെന്ന്. ബെന്നിച്ചന് ഒരുറപ്പ് വേണം, അമ്മ ഒരു അടയാളം കാണിക്കണമെന്ന് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ കൊന്തയെല്ലി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആകാശത്ത് നേരെ മഴവില്ല് കാണുന്നു. അപ്പം എനിക്ക് തോന്നി ആദ്യം എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ. അപ്പം പിന്നെ ഞാൻ വീണ്ടും നോക്കിയില്ല, എനിക്ക് ഉറപ്പായി മഴവില്ല. ഞാൻ ഉടനെ ബെന്നിച്ചനെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു, ഓടി വാ, അമ്മ അടയാളം കാണിക്കുന്നു. എല്ലാവരും വന്ന് നോക്കി. ഞങ്ങൾ അമ്മയും ഒരുപാട് മഹത്വപ്പെടുത്തി. ഞങ്ങൾക്ക് എന്തെന്നറിയാത്ത സമാധാനവും സന്തോഷവും ഉണ്ടായി. കാരണം ഈ പാടം ഇനി കൊയ്യത്തില്ല, മഴ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കൊയ്യാനില്ല, മിഷൻ എല്ലാം പോകുന്ന എല്ലാവരും പറയുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് അടയാളം കാണിച്ചത്. ഞങ്ങൾക്ക് ഉറപ്പായി ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ പാടം മുഴുവനും വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കാരണം എല്ലാവരും അതേ വിഷമത്തിലും സങ്കടത്തിലും പോകുന്ന സമയമാണ്. കാശിരൂപം കൊണ്ടുവച്ച് എപ്പം ആരും പാടത്ത് പോകാത്തൊരു സമയം പോലുമായി. കാരണം വെറുതെ എല്ലാവരും ഉപേക്ഷിച്ചു, ഇനി കൊയ്യത്തില്ല എന്ന് പറഞ്ഞ ആ സമയമാണ്. ബെന്നിച്ചൻ മാത്രം പാടത്ത്, ഞാൻ ബെന്നിച്ചൻ്റെ അടുത്ത് ഈ കാശിരൂപം കൊടുത്തുവിടും. കാശിരൂപമായിട്ട് പോയി വിശ്വാസ പ്രമാണം ചൊല്ലി, മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം എല്ലാ പാടത്തും പോയി ചൊല്ലി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരും. അപ്പോൾ എല്ലാവരും ബെന്നിച്ചനോട് ചോദിക്കും, എന്തിനാ ഈ സമയത്തും പോയി പാടത്ത് പോയി വെറുതെ നോക്കിയിരിക്കുന്നത്, അത് കളയാൻ പോകുന്ന പാടമല്ലേ. ഞങ്ങൾ പറയും, സാരമില്ല. ബെന്നിച്ചനും പറയും, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ വിശ്വസിച്ചു. അപ്പോൾ ഈ പാടം ഞങ്ങളുടെ നേരെ അക്കരത്തെ പാടം കൊയ്തപ്പോൾ അവർക്ക് 8 കിലോയാണ് ഇളവായിട്ട്, അതായത് 108 കിലോ കൊടുത്താൽ മാത്രമേ 100 കിലോ അനുവദിക്കത്തുള്ളൂ, ബാക്കി കിഴിവായിട്ട് കളയുക. ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മയെ നീതിപൂർവ്വം ഇത് നെല്ല് കൊടുക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ എന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഒരാഴ്ച പെട്ടെന്ന് തന്നെ അന്ന് മുതൽ ഈ അടയാളം കണ്ടതിന് ശേഷം പിന്നെ മഴ പെയ്തിട്ടില്ല. പിന്നെ മഴ പെയ്യാതിരുന്ന് ഞങ്ങളിങ്ങനെ നോക്കി. അതിനുശേഷം വന്ന വെയിലെന്ന് പറഞ്ഞാൽ അതിശക്തമായ വെയിൽ, ഞങ്ങളെ പൊരിച്ചെടുക്കുന്ന പോലുള്ള വെയിൽ. അതുവരെ മിഷൻ ഓരോരുത്തും പോയി ചോദിച്ചിട്ട് എങ്ങും കിട്ടാതിരുന്ന മിഷൻ ആദ്യം 2 എണ്ണം വന്നു. 15-ാം തീയതി 2 എണ്ണം ഇറങ്ങി. അതിനുശേഷം ഈ വെയിലെന്ന് പറഞ്ഞാൽ അതിഭയങ്കര വെയിൽ വന്നു. ഒരു 3 ദിവസം കൊണ്ട് പാടം മുഴുവൻ ശരിക്കും ഉണങ്ങി കിട്ടി. പിന്നെ എവിടെ നിന്നൊക്കെയാണ് മിഷ്യൻ വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഓരോരുത്തർക്കും, ഞങ്ങൾക്കും കിട്ടി 4 മിഷ്യൻ തന്നെ. ആ പാടം മുഴുവൻ 3 ദിവസം കൊണ്ട് അമ്മ മുഴുവൻ ഒരു നെല്ല് പോലും കളയാതെ, എല്ലാവരും ഉപേക്ഷിച്ചു അത്രയും പോക്കോട്ടെ എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് അമ്മ ഒരു നെല്ല് പോലും ആരുടെയും കളയാതെ
അത് മുഴുവൻ കൊയ്തെടുക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ പാടത്തിന് മുഴുവൻ 1 കിലോ നെല്ല് മാത്രമാണ് കിഴിവായിട്ട്. അതെല്ലാവർക്കും ഒരു അതിശയം പോലെ ഇപ്പോൾ ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു? അതായത് അമ്മയുടെ വലിയ കൃപ. അമ്മ ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം തന്നു. കാരണം ഒരുപാട് കടമുണ്ട്, 2 മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് ഏക വരുമാന മാർഗ്ഗം ഇതാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് കൊയ്യാൻ പറ്റാതെ പോയ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്ന അമ്മയെ അത് ഉൾക്കൊള്ളാനുള്ള കൃപ തരണേന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ പോകുമോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ടെൻഷനില്ലായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ ഉറപ്പും ബോധ്യവും എനിക്കുണ്ടായിരുന്നു. ഒരു നെല്ല് പോലും പാടത്ത് പോകാതെ അത് മുഴുവൻ കൊയ്തെടുത്ത് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അമ്മ തന്ന് ഞങ്ങളുടെ കട ഒരുപാട് വീട്ടാനായിട്ട് സാധിച്ചു. 1 കിലോ മാത്രമേ ഞങ്ങളുടെ ആ പാടത്ത്, അതുവരെ ആർക്കും അങ്ങനെ വന്നിട്ടില്ല, ആ ഒരു പാടത്ത് ഞങ്ങൾക്ക് 1 കിലോ നെല്ല് മാത്രം, അത് ഒരാൾക്കെന്നല്ല മുഴുവൻ പാടത്തെ മുഴുവൻ ആൾക്കാർക്ക് 1 കിലോ നെല്ല് മാത്രം കിഴിവ് കൊടുക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു. അങ്ങനെ നീതിപൂർവ്വം എല്ലാവരെയും അമ്മ കാരുണ്യത്തോടെ അനുഗ്രഹിച്ച് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഒരു ക്യാൻസറിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ചിടെയായിട്ട് നടുവേദനയും കാലുവേദന, എനിക്ക് പള്ളിയിൽ പോയപ്പോൾ എനിക്ക് സങ്കടമാണ്, കസേരയിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിയാവുന്ന നിലത്തിരിക്കും. എനിക്ക് പക്ഷേ ഒട്ടും പറ്റാത്തൊരവസ്ഥയായി. ഞാനിപ്പോൾ ഒക്ടോബർ 8 ഹോസ്പിറ്റലിൽ ഫോളോ അപ്പിന് പോയപ്പോൾ ഞാനിങ്ങനെ അവസാനം ഡോക്ടറോട് പറഞ്ഞു, ഞാനതുവരെയും അമ്മയുടെ തൈലം മാത്രമേ തേക്കാറുള്ളൂ, വേറെ ഞാനൊരു മരുന്നും എക്സ്ട്രാ ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നും ചിന്തിക്കേണ്ട, നേരെ ഓർത്തോയെ കാണുക, പറയുന്ന എക്സർസൈസ് ചെയ്യുക. പക്ഷെ ഞാൻ 2019 അമ്മയ്ക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, അമ്മ ഇനി എന്നെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടത്തിയാൽ അമ്മയുടെ റാലിയിൽ ഒരു പ്രാവശ്യം പോലും മുടങ്ങാതെ ഞാൻ പങ്കെടുത്തോളാം എന്ന് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട, ഇപ്പോൾ ഓർത്തോയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓർത്തോ പറയുന്ന എക്സർസൈസ് പിന്നെ വീട്ടുകാരെന്നെ എങ്ങും വിടത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഏതായാലും ഞാൻ പറഞ്ഞു, എവിടെ പോയാലും ഞാൻ അമ്മയുടെ റാലി കഴിയാതെ എങ്ങും പോകത്തില്ല. അങ്ങനെ ഞാൻ അമ്മയുടെ റാലി വന്ന് ഈ കടപ്പുറത്തൂടെ ചെരുപ്പിടാതെ തന്നെ അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മ ആർക്കും ഞാൻ മൂലം ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് തന്നെ. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടാണ് റാലിക്ക് പങ്കെടുക്കാനായിട്ട് വരുന്നത്. അപ്പം ഞാൻ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങി. ഒരു കുഴപ്പവും കൂടാതെ പൂർണ്ണമായിട്ട് എനിക്ക് അർത്തിങ്കൽ പള്ളി വരെ ആ റാലി പൂർണ്ണമായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ എനിക്ക് കാലിന് വേദനയോ മറ്റൊന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ ഒന്നും ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നു. പിന്നെ വചനം പഠിക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയത് പഠിക്കണം. പക്ഷേ എനിക്കത് സാധിക്കത്തില്ല. ഞാൻ ബുക്കിനകത്തൊക്കെ എഴുതിയാലും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ആ ബുക്ക് പോവും, ഞാൻ പഠിത്തം നിർത്തും. പക്ഷേ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കും വചനം പഠിക്കണം, എനിക്ക് വചനം പഠിച്ച് എനിക്ക് എല്ലാവരും പറയുന്ന പോലെ വചനം പറയാനുള്ള ഒരു കൃപ തരണേ എന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയാണ്. ഇപ്പം 3 വർഷമായിട്ട് അവിടെ ഒരു 100 മേനി വചന മത്സരം എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ഏതായാലും അമ്മ തന്നൊരു വലിയ കൃപയാണ്, ഞാൻ അതിനകത്ത് പങ്കെടുത്തു. ദൈവകൃപയാൽ ഈ 3 വർഷവും അമ്മയോട് പറയും, അമ്മേ ഈ വചനം എല്ലാതെല്ലാവോ എനിക്ക് കോട്ടിങ്ങും എല്ലാം മറക്കാതെ എനിക്ക് പറഞ്ഞു തരണേ. അപ്പം ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഈ വചനം മാത്രമേ എൻ്റെ മനസ്സിൽ, എനിക്ക് ടെൻഷനില്ല. പണ്ട് ഒരു ചെറിയ കാര്യത്തിന് പോലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിള്ളേർ എങ്ങോട്ടെങ്കിലും പോയാൽ കണ്ടില്ല, അങ്ങോട്ട് ഭയങ്കര ടെൻഷൻ. ഇപ്പം എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എൻ്റെ അമ്മയുടെ ഞാനിങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കും. പിന്നെ ഈശോ തന്നെ വചനം മാത്രം, ഞാൻ ഓരോ വചനവും എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ ഒരുപാട് വചനം, 1000-ൻ്റെ അടുത്ത് വചനം പഠിക്കാനുള്ള കൃപ അമ്മ എനിക്ക് തന്നു. അതിനെല്ലാവർത്ത് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. കഴിയാവുന്നതും ആരെങ്കിലും എൻ്റെ അടുത്ത് ആരുടെ അടുത്തും എനിക്കിപ്പോൾ ടെൻഷനൊന്നുമില്ല. ആരുടെ അടുത്തും അമ്മയെക്കുറിച്ച് പറയണത് എനിക്കൊരു വലിയ അഭിമാനമാണ്. അത് അച്ഛന്മാർ ചോദിച്ചാലും അച്ഛന്മാരല്ല, സിസ്റ്റേഴ്സ്, അച്ചാച്ചൻ്റെ പെങ്ങന്മാരൊക്കെ സിസ്റ്റർമാർ, അവരുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ വരുമ്പോഴൊക്കെ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു നാണക്കേടൊന്നും തോന്നാറില്ല. ആരുടെ അടുത്തും എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഒരു അഭിമാനവും സന്തോഷവുമാണ്. എൻ്റെ മക്കളെയും ഞങ്ങളുടെ ജീവിതവും തന്നെ എൻ്റെ അമ്മ തന്ന വലിയ കൃപയും കാരുണ്യവുമാണ്. കാരണം ഇതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ, മക്കളെ 2 പേരെയും നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് അമ്മ കൃപ ചെയ്യുന്നു. അതിനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയാം, അമ്മയുടെ കൃപ കൊണ്ട് അമ്മ നടത്തുന്നു, അമ്മയിൽ വിശ്വസിക്കുന്നു, അമ്മയോട് പറയുന്നു. ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ കാര്യവും പറയാറില്ല. മറ്റുള്ളവരോട് ഞാൻ അങ്ങനെ സങ്കടങ്ങളും അങ്ങനെ ഒന്നും പറയാറില്ല. എൻ്റെ അമ്മയോട് പറയാം, അമ്മേ ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ അമ്മ അതിനുള്ള മാർഗവും വഴി എനിക്ക് കാണിച്ചു തരണേ. വേറെ ആരോടും ഞാനൊന്നും പറയത്തില്ല. ഞാനീ പറയുന്ന കാര്യം ഞാൻ പക്ഷേ മറന്നും പോവും.
പക്ഷേ അതിനുശേഷം ഈ കാര്യം നടക്കുമ്പോഴായിരിക്കും ഞാൻ ഓർക്കണം, അയ്യോ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ എനിക്ക് നടത്തി തരണം. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ ഉറപ്പും ബോധ്യവും എനിക്കുണ്ട്. കാരണം ഞാൻ ഉടമ്പടി ലൈവാണ് ഇവിടുത്തെ, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ എന്താവശ്യം അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു ടെൻഷൻ തോന്നിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഉടമ്പടി ലൈവ് എടുക്കും, അവിടെ ഇരുന്നൊരു കൊന്തയിലും. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ അതിനുള്ള മറുപടി എനിക്ക് അപ്പം തന്നെ തരും. എനിക്ക് പലപ്പോഴും എനിക്ക് എൻ്റെ അമ്മ എൻ്റെ അടുത്തുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള അടയാളമാണ് എനിക്ക് എൻ്റെ അമ്മ തരുന്നത്. അങ്ങനെ ഭയങ്കര ഒരു ഉറച്ച വിശ്വാസം, എൻ്റെ അമ്മ എൻ്റെ എപ്പോഴും എൻ്റെ അടുത്തുണ്ടെന്നുള്ള ഒരു ബോധ്യം ഉറപ്പുമൊക്കെ എനിക്കുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ആരെങ്കിലും വിഷമം പറഞ്ഞാൽ അവർക്ക് ഉടമ്പടി എടുക്കാൻ വരുന്ന കാര്യമാണ് അവർ ഞാൻ പറഞ്ഞു കൊടുക്കും, ഉടമ്പടി എടുപ്പിക്കാനായിട്ട് വിടും. ഇപ്പം മക്കളുടെ കൂടെയുള്ള തിരുവനന്തപുരത്തൊക്കെയുള്ള പിള്ളേർക്ക് അവർക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറയും. ഞാൻ പറയും നിങ്ങൾ വീട്ടിലോട്ട് പോര്, അവരെ വീട്ടിലേക്ക് വരുത്തും. അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ പോരാൻ പറയും. അവരിവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് വിടും. എൻ്റെ വീടിനടുത്തുള്ളവരെയും എനിക്ക് പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച് എന്നെക്കൊണ്ട് പറഞ്ഞ് വിട്ട് ഉടമ്പടി എടുപ്പിക്കുന്നവരെ അങ്ങനെ പോയി ഉടമ്പടി എടുപ്പിക്കും. പിന്നെ പത്രം എല്ലാവർക്കും ഞാൻ എല്ലാ മാസവും തന്നെ കഴിയാവുന്നതും പത്രം മേടിച്ച് വിതരണം ചെയ്യാറും. അതിൻ്റെ കൂടെ ചിലപ്പോൾ കാശ് രൂപം മേടിക്കും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഇപ്പോൾ ഒരു വീട് എനിക്കറിയാൻ പറ്റുമല്ലോ, ആ വീട്ടിൽ അവരുടെ വിഷമത എനിക്കറിയാൻ പറ്റും. അപ്പം ഞാൻ അവർക്ക് ആ കാശ് രൂപവും കൂടെ വെച്ചിട്ട് ഞാൻ പറയും, നിങ്ങൾ ഈ കാശ് രൂപം വെച്ചിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ഞാൻ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയും നിങ്ങളിത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കത് നേടി നിങ്ങളുടെ മനസ്സിന് വിശ്വാസം ഉറപ്പുവാണെങ്കിൽ നിങ്ങൾ അമ്മയുടെ അടുത്ത് വന്ന് ഇച്ചിരി നേരം ഇരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടോളും. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണാറുണ്ട്, അത് അയച്ചു കൊടുക്കാറുണ്ട് എല്ലാ ഗ്രൂപ്പിലും. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഡെയിലി ബ്രെഡ് കേട്ടിട്ടാണ് ഞാൻ പള്ളിയിൽ പോകാറുള്ളത്. അങ്ങനെ പിന്നെ സഹായമായിട്ട് ഞങ്ങൾ കൃഷി ആണ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ, കൃഷി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതിനകത്തുനിന്ന് രോഗികളായിട്ടുള്ളവർക്കും അതുപോലെ യേശുഭവൻ അങ്ങനെ കൊടുക്കാവുന്നിടത്തൊക്കെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അതിൻ്റെ ഒരു വിഹിതം കൊടുക്കാറുണ്ട്, വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളായിട്ടുള്ളവരെ പോയി കാണാറുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇനിയുള്ള ജീവിതം മുഴുവനും അമ്മയുടെ മക്കളായി തന്നെ ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.